അത് ശരി. കലക്ടറടുത്ത് ഞങ്ങൾ പോയി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ പോകാനുണ്ടായ സാഹചര്യം, ഇന്നലെ നിങ്ങളുടെ പല മീഡിയകളും ഞങ്ങൾക്ക് വോട്ട് കലക്ടർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന UDF നേതാക്കന്മാരുടെ പ്രസ്താവന ഇവിടെ വിഷലിൽ കാണിച്ചിട്ടുണ്ട്. കലക്ടർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കലക്ടറെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2020 വോട്ടർ പട്ടികയുമായിട്ടാണ് കലക്ടറെ സമീപിച്ചത്. അത് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം, അർഹതയുണ്ടെങ്കിൽ കൊടുക്കണം. അത് നിഷേധിച്ച് ഞങ്ങൾ പറയില്ല ഒരിക്കലും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, CPIM ആണ്, ഒരിക്കലും അത് പറയില്ല. ഒരു പറഞ്ഞ പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രസ്ഥാനം അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഏതായാലും ആ നീതിക്ക് കൂടെ നിൽക്കുന്നവരാണ്. ഈ നാട്ടിലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തി രക്തസാക്ഷികളായവരാണ് ഞങ്ങൾ. ഇവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ നീതി ഈ പ്രസ്ഥാനത്തിൻ്റെതാണെന്ന് അവകാശം ഉന്നയിക്കുന്നവരാണ് ഞങ്ങൾ. അത് അനീതിയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കലക്ടറെ ബോധ്യപ്പെടുത്തി. പക്ഷേ കലക്ടർ അവർ ധരിപ്പിച്ച് 2020 അവർക്ക് വോട്ടുണ്ടെന്നാണ്. വോട്ട് ചെയ്തു എന്നാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞു നടന്നത്. നിങ്ങളെല്ലാം അത് പറഞ്ഞല്ലോ, അതിൻ്റെ വസ്തുതയല്ലല്ലോ പറയാൻ തയ്യാറായത്. നിങ്ങൾ കേട്ടതെല്ലാം വെച്ച് അതാണല്ലോ നിങ്ങൾക്ക് സമയപ്പിക്കുന്ന പണിയാണല്ലോ, സ്വാഭാവികമായിട്ടും അത് ചെയ്യും. പക്ഷേ ഞങ്ങൾ പറഞ്ഞു 2020 വളരെ കൃത്യമായി വോട്ട് ചെയ്തിട്ടില്ല, വോട്ടർ പട്ടിക എടുത്തു കൊടുത്തതാണ്. അപ്പോൾ കലക്ടർ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടുണ്ട് വോട്ടർ പട്ടിക. മറിച്ച് 2020 വോട്ടർ പട്ടിക നിഷേധിച്ച് കലക്ടർ കൊടുക്കാൻ പോകുന്നില്ല. കൊടുക്കുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ അവിടെ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തണമെന്ന ധാരണയിൽ തന്നെയാണ് പോയത്. പക്ഷെ അത് കൊടുക്കാൻ കഴിയില്ല, അതൊരു അന്യായമാണ്. അന്യായം മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധമാണത്. ആ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയ കലക്ടർ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ കലക്ടർ ചെയ്യും എന്ന്, കലക്ടർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞത് മീഡിയകളാണ് പറഞ്ഞത്. പറഞ്ഞോ, വിഷയം പറയും. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ UDFന് കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാനും വോട്ട് ചേർക്കാനും നീക്കം ചെയ്യാനൊക്കെ അവസരം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുമ്പം UDFൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണെന്ന് ഉറപ്പല്ലേ? അവർ പരാജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയൊരു മുന്നണിക്കും കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? ഇത്ര പ്രാഥമികമായ കാര്യങ്ങൾ പോലും പരിശോധിക്കാൻ സംഘടനാശേഷി ഇല്ലാത്തവർക്ക് ജയിക്കാൻ കഴിയുമോ? ജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് 100% വസ്തുത. അല്ല, ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ കോർപ്പറേഷനിലെ 19ാം വാർഡിലെ ബിന്ദുവിൻ്റെ പേരെന്താ ആരും ചോദിക്കാത്തത്? മാറ്റി എന്താ വേറെ ചോദ്യമില്ലാഞ്ഞ് ബിന്ദുവിന് വോട്ടുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും? ബിന്ദുവിന് വോട്ടില്ലാതെ അല്ലേ ബിന്ദുവിൻ്റെ പോസ്റ്റർ അടിക്കുകയും അതേപോലെ തന്നെ ബിന്ദുവിന് വേണ്ടി വോട്ട് ചോദിച്ച് അടക്കുകയൊക്കെ ചെയ്ത കാര്യം താങ്കൾ ചൂണ്ടിക്കാണിക്കാത്തത്? അപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പോയിന്റിൽ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. കോൺഗ്രസ് വോട്ടർ പട്ടിക പരിശോധിച്ചിട്ടോ മറ്റെന്തെങ്കിലും പരിശോധിച്ചിട്ടോ എന്നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഓരോരുത്തരുടെ കീശയിലുള്ള സ്ഥാനാർത്ഥികളെ പേര് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. ഒരു കമ്മിറ്റിയില്ല കോൺഗ്രസ്സിന്. കോൺഗ്രസ് ഈ ജില്ലക്കകത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഒരാൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. ഞങ്ങളതാണ് പറയുന്നത്, ഞങ്ങളത് ആവർത്തിക്കുന്നു വീണ്ടും. നേരത്തെ മോഹൻ മാഷ് പറഞ്ഞൊരു കാര്യം, അപമാനിക്കപ്പെട്ടു VM ബിനു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ VM ബിനു ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തുടർന്ന് നിലപാട് സ്വീകരിക്കാം എന്ന് മോഹൻ മാഷ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ ബിനു, ഞാൻ ഇന്നലെ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരുപടി കലാരംഗത്ത്, സിനിമാ രംഗത്ത് ഒരുപടി ആശ്രിതരും അതേപോലെ തന്നെ അയാളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആയിട്ട് ധാരാളം പേരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ അപമാനിച്ചതാണ്, തീർച്ചയായും അപമാനിച്ചാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെയും പറഞ്ഞോളൂ, കോൺഗ്രസ് അപമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു മനുഷ്യനെ കോൺഗ്രസ് അപമാനിച്ചാണ്. കാരണം അദ്ദേഹം അതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തെ നിർത്താൻ തയ്യാറായി മേയറാകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ചിലപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടാവും. അവർ കോൺഗ്രസ് ബണ്ടിലടിച്ച് ഇറക്കുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് പറഞ്ഞ സ്വപ്നമല്ലേ അത്. അപ്പം അദ്ദേഹത്തോട് നിങ്ങൾ മേയറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ സാധാരണ അങ്ങനെ വരുന്നൊരു കാര്യമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെ അപമാനിച്ചു. എന്തായാലും അതിൽ നമുക്ക് വേദനയുണ്ട്. കാരണം അദ്ദേഹം നമ്മളെല്ലാം ആ മേഖലക്കകത്ത് റെസ്പെക്റ്റ് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ബിനു. അതിൽ തർക്കമില്ല.